Welcome to Plus 2 Mathematics classes. Chapter 6 Application of Derivatives. Application of Derivatives next section Approximations. Root of 36 in the value നമുക്കറിയാം. Root of 36 is equal to 6. എന്നാൽ root of 36.6 അതിന്റെ വാല്യൂ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ റൈറ്റിംഗ് ഓൾജിബ്രാക് രീതിയിൽ കണ്ടുപിടിക്കാൻ എത്ര ബുദ്ധിമുട്ടാണ് അല്ലേ? നമുക്കറിയാം 6 പോയിന്റ് സംതിങ് ആണെന്നുള്ളത്. ആ സംതിങ്ങിന്റെ വാല്യൂ എത്രയാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് ഇത്. അപ്രോക്സിമേഷൻ യൂസിങ് ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. അതുപോലെ 27ന്റെ ക്യൂബിക് റൂട്ട് നമുക്കറിയാം 3 ആണെന്നുള്ള കാര്യം അല്ലെ. അപ്പൊ 25ന്റെ ക്യൂബിക് റൂട്ട് എത്രയായിരിക്കും? അത് 3യെക്കാട്ടി കുറച്ച് കുറവായിരിക്കും. 2 പോയിന്റ് സംതിങ് ആയിരിക്കും. ആ 2 പോയിന്റ് സംതിങ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്തുപയോഗിച്ചുകൊണ്ട്? ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഈ അപ്രോക്സിമേഷൻ മെത്തേഡിലൂടെ. അപ്പൊ ഇതിന് നമ്മൾ ആ ഡെറിവേറ്റീവിന്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി ഒരു ട്രയാങ്കിൾ ഒക്കെ ഫോം ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു റൂള് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. നമുക്ക് ഇതിനകത്തൊരു വർക്കിംഗ് റൂൾ ഉണ്ട്, അതായത് അൽഗോരിതം. വർക്കിംഗ് റൂൾ ഒന്ന് നോക്കിയാൽ മതി. അത് ഓരോന്ന് സ്റ്റെപ്പായിട്ട് നോക്കാം. ഒരു 4 സ്റ്റെപ്പേ ഉള്ളൂ. ആ സ്റ്റെപ്പ് നല്ലതുപോലെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഒരു പാടുമില്ല. ഏത് ക്വസ്റ്റ്യൻ ടൈപ്പ് കിട്ടിയാലും നമുക്കത് ചെയ്യാൻ പറ്റും. 4 സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്രോക്സിമേഷൻ വാല്യൂ ഇതായിരിക്കില്ല ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് തന്നിരുന്നാൽ ഇതിന്റെ വാല്യൂ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യണം. ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? y is equal to ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ f of x is equal to y is equal to f of x is equal to what? ഇവിടെ റൂട്ട് ഓഫ് 36.6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫംഗ്ഷൻ ഈസ് റൂട്ട് എക്സ്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ x raised to 1/3. അതുപോലെ 255 raised to 1/4. 256 raised to 1/4 നമുക്കറിയാം. ഫോർത്ത് റൂട്ട് 4 ആണ്. 255 raised to 1/4 3 പോയിന്റ് സംതിങ് ആണ്. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് y is equal to x raised to 1/4. ആ രീതിയിൽ നമുക്ക് ഫംഗ്ഷനെ ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായി. ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. y is equal to fx is equal to root x. നമ്മൾ ഈ ഒരു കേസിലെ എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. എക്സാമ്പിളും കൂടി പറഞ്ഞു പോയാലേ നമുക്കത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. നമ്മൾ ആദ്യമായി ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്തു. എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് എഴുതി വെച്ചു. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ ഫൈൻഡ് പെർഫെക്റ്റ് എക്സ് ആൻഡ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് അനുസരിച്ച് പെർഫെക്റ്റ് എക്സിനെ കണ്ടുപിടിക്കുക. ഫൈൻഡ് പെർഫെക്റ്റ് എക്സ് ആൻഡ് ഡെൽറ്റ എക്സ്. അപ്പൊ ഫംഗ്ഷൻ അനുസരിച്ച് റൂട്ട് എക്സ് ആണ് ഫംഗ്ഷൻ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, റൂട്ട് ഓഫ് 36 ആയിരുന്നുവെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു, ആൻസർ അറിയാമായിരുന്നു. അപ്പൊ ആ ഒരു ആയിരുന്നുവെങ്കിൽ എന്നുള്ളതാണ് പെർഫെക്റ്റ് എക്സ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ പെർഫെക്റ്റ് എക്സിന്റെ വാല്യൂ, അതായത് രണ്ടാമത്തത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മളിവിടെ ഫംഗ്ഷന്റെ വാല്യൂ റൂട്ട് എക്സ് എന്ന് പറഞ്ഞു, പക്ഷേ എക്സിന് പകരം അല്ല ഇത് 36.6 വരുന്നത്. ഇത് നോക്കി ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക മാത്രമേ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തുള്ളൂ. ഇതിന്റെ മീനിങ് എക്സ് ഇസ് ഈക്വൽ ടു 36.6 എന്നല്ല. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ആരാണ്? പെർഫെക്റ്റ് എക്സ് ആയിരിക്കണം. എക്സിന്റെ വാല്യൂ പെർഫെക്റ്റ് ആയിരിക്കണം, ദാറ്റ് ഈസ് 36 ആയിരിക്കണം. എന്നാൽ മാത്രമേ റൂട്ടിനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് 6 എന്ന വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ ഫൈൻഡ് പെർഫെക്റ്റ് എക്സ് ആൻഡ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ഇൻക്രീസ് ആണ് അല്ലെ. ഡെൽറ്റ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എക്സിന്റെ ഒരു ചെറിയ ഇൻക്രീസ്, ചെറിയൊരു വർധനവ്. അപ്പൊ ആ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫംഗ്ഷനിലേക്ക് നോക്കുക. 36 ആണ് എക്സ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചെറിയത് കൂടിയത്. എത്ര കൂടിയത്? 0.6 കൂടി, 0.6. സച്ച് ദാറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഗിവൺ ക്വസ്റ്റ്യൻ അല്ലെ. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 36.6 കിട്ടി. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നുവെങ്കിൽ 35.6 ആയിരുന്നുവെങ്കിൽ എക്സിന്റെ വാല്യൂ അത് തന്നെയായിരുന്നേനെ അല്ലെ. പെർഫെക്റ്റ്, ഇതിന്റെ അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. എക്സിന്റെ വാല്യൂ അത് തന്നെയായിരുന്നേനെ, ഫംഗ്ഷനും ഇത് തന്നെയായിരുന്നേനെ.
ഡെൽറ്റ എക്സിന്റെ വാല്യൂ എങ്ങനെ വന്നേനെ? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു -0.4 വന്നേനെ. അപ്പൊ എന്നാലല്ലേ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഈ ഡെൽറ്റ എക്സിന്റെ വാല്യൂ എടുക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ പ്ലേ ഇസ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ ഈ ഡെൽറ്റ എക്സ് എടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഫംഗ്ഷൻ എന്ന ക്വസ്റ്റ്യനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ പെർഫെക്റ്റ് എക്സിനെ മാറ്റി നിർത്തിയിട്ട് ഡെൽറ്റ എക്സ് എടുക്കുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുക. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ ഫൈൻഡ് പെർഫെക്റ്റ് എക്സ് ആൻഡ് ഡെൽറ്റ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഗിവൻ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0.6 ആണ്. ഇത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് തന്നെ ഉള്ളൂ. 36ഉം എടുത്തു, ഡെൽറ്റ എക്സ് 0.6ഉം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെൽറ്റ വൈക്ക് ഒരു ഇക്വേഷൻ എഴുതുകയാണ്. എന്ന് പറയുന്നത് ഡെൽറ്റ വൈ, വൈയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഇതെങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റിലുണ്ട്. നമുക്ക് ഇത്രയും കാര്യം പഠിച്ചാൽ മതി. ഡെൽറ്റ വൈ ക്വസ്റ്റ്യൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പഠിക്കുക. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഈ കേസിൽ, അതായത് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 36 പ്ലസ് 0.6 മൈനസ് എഫ് ഓഫ് 36. ഓക്കെ, which is equal to f of 36.6 minus f of 36, which is equal to fx എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എക്സ് ആണ്. അപ്പം f of 36.6 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 36.6 മൈനസ് f of 36, that is റൂട്ട് ഓഫ് 36. അപ്പൊ ഡെൽറ്റ വൈ പ്ലസ് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ റൂട്ട് ഓഫ് 36 is equal to റൂട്ട് ഓഫ് 36.6. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ കാണേണ്ടത് അല്ലെ, റൂട്ട് ഓഫ് 36.6ന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇപ്പുറത്തെ ഈ റൂട്ട് ഓഫ് 36 എന്താ വരുന്നത്? 6 ആണ്. 6 പ്ലസ് ഡെൽറ്റ വൈ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 6.something ആയിരിക്കും ഇതിന്റെ വാല്യൂ. ആ 6.something ആണ് ഈ ഡെൽറ്റ വൈ. ഡെൽറ്റ വൈനെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ 3 സ്റ്റെപ്പുകൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ ഡെൽറ്റ വൈയുടെ ഇക്വേഷൻ ആണ്, ചെറിയൊരു ഇക്വേഷൻ. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു dy by dx into delta x. ഡെൽറ്റ എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാം, നേരത്തെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഡെൽറ്റ വൈയുടെ വാല്യൂടെ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു അല്ലെ. ഈ 6 പ്ലസ് ആ ഡെൽറ്റ വൈയുടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പായിട്ട് 4 സ്റ്റെപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഡെൽറ്റ വൈയുടെ വാല്യൂ dy by dx into ഡെൽറ്റ എക്സ്. നമുക്ക് ഇതിനകത്തൊന്ന് നോക്കാം ഈ ഒരു കേസിൽ എങ്ങനെയാണ് നാലാമത്തെ സ്റ്റെപ്പ് നോക്കുന്നത്. ഇപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ 1 2 3 4 എന്നൊന്നും നമ്പർ ഇടണ്ട, മനസ്സിൽ കാണുക. ഓരോ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. പിന്നെ ഡെൽറ്റ വൈയുടെ വാല്യൂ ഇവിടെ എടുക്കാം. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു dy by dx. ഫംഗ്ഷൻ എന്താ? എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് ഫംഗ്ഷൻ അല്ലെ. y ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പൊ dy by dx എന്തായിരിക്കും? 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ് ഇൻറ്റു dy by dx ആണ് എഴുതിയത്, ഇൻറ്റു ഡെൽറ്റ എക്സ്. എക്സിന്റെ വാല്യൂ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, എന്തായിരുന്നു? 36. ഡെൽറ്റ എക്സിന്റെ വാല്യൂ എടുത്തു വെച്ചിട്ടുണ്ട്, എന്തായിരുന്നു? 0.6, which is equal to 1/2 into 6 into 0.6, that is 1/20, that is 0.005. Sorry, 0.05. അതാണ് ഡെൽറ്റ വൈയുടെ വാല്യൂ. ഇനി നമുക്ക് ആൻസർ എഴുതാം അല്ലെ, ഡയറക്റ്റ് എഴുതാം. 2 റൂട്ട് ഓഫ് 36.6 is equal to ഇതാ കിടക്കുന്നു 6 പ്ലസ് ഡെൽറ്റ വൈ ആയിരുന്നു. 6 പ്ലസ് ഡെൽറ്റ വൈയുടെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു 0.05, 6.05. ഓക്കെ, അപ്പൊ 4 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കുറെ ഫംഗ്ഷൻസിന്റെ വാല്യൂ കാണാം. ഫസ്റ്റ് വൺ എന്താണ്? ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ഒരു പെർഫെക്റ്റ് എക്സിനെയും കണ്ടുപിടിക്കുക, ഡെൽറ്റ എക്സിനെയും കണ്ടുപിടിക്കുക, സച്ച് ദാറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഗിവൻ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഡെൽറ്റ വൈയുടെ ഇക്വേഷൻ 2 രീതിയിൽ തന്നിട്ടുണ്ട്. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ്. അത് വെച്ചിട്ട് ചെയ്തു വെക്കുക, ഒരു ഇക്വേഷൻ കിട്ടും ഇതേപോലെ. ഡെൽറ്റ വൈയുടെ വാല്യൂ, ഡെൽറ്റ വൈയുടെ രണ്ടാമത്തെ ഇക്വേഷൻ 4ാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. dy by dx into ഡെൽറ്റ എക്സ്. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ വൈയുടെ വാല്യൂ കാണുക, ജസ്റ്റ് ആഡ് ചെയ്യുക.
ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്രോക്സിമേഷന്റെ സ്റ്റെപ്പ് ഈ സൈഡിൽ എഴുതുക. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ മറു സൈഡിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ഒക്കെ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇതേ സ്റ്റെപ്പ് അവിടെ കിടന്നോട്ടെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്യാം. എക്സസൈസ് 6.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. Using differentials, find the approximate value of each of the following up to 3 places of decimal. 3 places of decimal വരെയുള്ള approximate value കണ്ടുപിടിക്കാനാണ് ചോദ്യം. Root of 25.3. നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൂട്ട് ഓഫ് 25.3. അപ്പൊ നമ്മൾ ആദ്യം ആ വർക്കിംഗ് റൂൾ അൽഗോരിതം അനുസരിച്ച് ആദ്യം ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ അല്ലെ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി 1, 2, 3 എന്നൊന്നും നമ്പർ ഒന്നും എഴുതണ്ട, നമ്മൾ ഈ 4 സ്റ്റെപ്പ് അതുപോലെ അങ്ങ് ഓർത്ത് വെച്ച് ചെയ്താൽ മതി. ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഫംഗ്ഷൻ റൂട്ട് എക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ ഫൈൻഡ് പെർഫെക്റ്റ് എക്സ്. എക്സിന്റെ വാല്യൂ പെർഫെക്റ്റ് ആയിരിക്കണം. റൂട്ടിനകത്താണ് 25.3 വന്നത്. എന്താണ് അതിനടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് വാല്യൂ? 25 ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 5 എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് വാല്യൂ ആണ് എക്സിന് കൊടുക്കേണ്ടത്. ഡെൽറ്റ എക്സ് എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0.3 ആയിരിക്കും. such that x plus delta x is given question. Okay, 25 plus 0.3, 25.3. ഓക്കെ, അപ്പൊ അങ്ങനെ 2 സ്റ്റെപ്പും കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ റൂട്ട് എക്സ് ആണ്. റൂട്ട് ഓഫ്, നമുക്ക് ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒന്നുകൂടെ ഒന്ന് എഴുതി വെച്ചിട്ട് ചെയ്യാം. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 25.3 മൈനസ് റൂട്ട് ഓഫ് 25. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25.3 മൈനസ് 5. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് റൂട്ട് ഓഫ് 25.3 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ വൈ പ്ലസ് 5 എന്ന് കിട്ടും. ഓക്കെ, അതവിടെ വെച്ചിരിക്കുക. ഇനി അടുത്ത ഒരു ഡെൽറ്റ വൈ ഉണ്ടല്ലോ, ഡെൽറ്റ വൈയുടെ ഇക്വേഷൻ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈസ് 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സ് ആണ് ഇവിടെയും ഫംഗ്ഷൻ. 1/2 റൂട്ട് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.3 ആണ്. എക്സിന്റെ വാല്യൂ എന്താണ്? 1/2 റൂട്ട് 25 ഇൻറ്റു 0.3. 1/10 ഇൻറ്റു 0.3 വരും അല്ലെ. 5 ഇൻറ്റു 2 1/10. അപ്പൊ വിച്ച് ഇസ് ദ ആൻസർ ഈസ് 0.03. ഒരു പ്ലേസും കൂടി അങ്ങോട്ട് മാറ്റി. അപ്പൊ 0.03 ആണ് നമുക്ക് കിട്ടിയത്. ഇനി ആൻസർ എഴുതാലോ. റൂട്ട് ഓഫ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ല ഒരു നമ്പരും ഒക്കെ കൊടുത്തോ വേണമെങ്കിൽ. ഫ്രം 1 വി ഹാവ് റൂട്ട് ഓഫ് 25.3 എന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ പ്ലസ് 5. that is equal to delta വൈയുടെ വാല്യൂ 0.03 കിട്ടി പ്ലസ് 5 which is equal to 5.03. 3 പ്ലേസിന് ശരിയാക്കാൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ പ്ലേസ് 0 ആണ്. 5.03. എക്സസൈസ് 6.4 തേർഡ് ക്വസ്റ്റ്യൻ ആണിത്. റൂട്ട് ഓഫ് 0.6. അപ്പൊ അപ്രോക്സിമേഷന് നമുക്ക് പഠിച്ചിരുന്നു 4 സ്റ്റെപ്പ് ഓരോന്നായിട്ട് ചെയ്ത് ഓരോന്നായിട്ട് മനസ്സിൽ വന്നുകൊണ്ട് നമുക്ക് അത് ആ വർക്കിംഗ് റൂള് ഫോളോ ചെയ്ത് പോകാം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷൻ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഏത് ഫംഗ്ഷൻ ആണിത്? റൂട്ടിനകത്താണ് വാല്യൂ. അപ്പൊ റൂട്ട് എക്സ് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതാണ്. എഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് ഈ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ ഫൈൻഡ് പെർഫെക്റ്റ് എക്സ് ആൻഡ് ഡെൽറ്റ എക്സ്. എക്സിനും ഡെൽറ്റ എക്സിനും വാല്യൂ കണ്ടുപിടിക്കുക. such that x plus delta x is ഈ given question. അതായത് x plus delta x എന്ന് പറയുന്നത് 0.6 കിട്ടണം. എക്സിന്റെ വാല്യൂ പെർഫെക്റ്റ് ആയിരിക്കണം. ഡെൽറ്റ എക്സ് ആ ചെറിയ സ്മോൾ ചേഞ്ച്. ഓക്കെ, അപ്പം ഇനി 0.6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർഫെക്റ്റ് എക്സിനെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഒരു റൂട്ടിനകത്ത് പോയിന്റ് ഒക്കെ വന്നാൽ ഒന്നുകിൽ 2 പ്ലേസ് ഉണ്ടാകണം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ, അല്ലെങ്കിൽ 4 പ്ലേസ് ഉണ്ടാകണം. ഈവൻ നമ്പർ ഓഫ് പ്ലേസസ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പം ഒരു 0.25 എന്ന് വന്നാലേ നമുക്ക് എന്ത് വരും? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട്
പെർഫെക്റ്റ് സ്ക്വയർ ആയി ആൻസർ ആയിട്ട് 0.5 എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം 0.6 അടുത്ത് നിൽക്കുന്ന എന്നല്ല നോക്കേണ്ടത്, 0.6 കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും നമ്പേഴ്സ്, ഇപ്പൊ 2 പ്ലേസ് ആയല്ലോ, അങ്ങനെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നോക്കുക. അപ്പൊ ഏതായിരിക്കും 0.6 60 വെച്ചിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 60. 64 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെ, 8 into 8. അപ്പം 0.6 അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 0.64 ആണ്. ഓക്കെ ആയല്ലോ. അപ്പൊ ഇങ്ങനെ വേണം അത് കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സ്റ്റെപ്പില് ഈ രണ്ടാമത്തെ പാർട്ടാണ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ശരിക്ക് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. അപ്പം 0.6 അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് എക്സിന്റെ പെർഫെക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0.64 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് എന്തായിരിക്കും? നമുക്ക് ഈ എക്സും ഡെൽറ്റ എക്സും കൂടെ കൂട്ടുമ്പോൾ 0.6 വരികയും വേണം. ആഡ് ചെയ്യുമ്പോൾ 0.6 വരികയും ചെയ്യണം. അപ്പൊ എത്രയാണ് ഇത് ഇവിടെ കൂടുതൽ? എക്സിന് ഇച്ചിരി ഒരു 0.04 കൂടുതലുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ -0.04. അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഗിവൻ ക്വസ്റ്റ്യൻ ആയിരിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ്. അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ പോയിന്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോയിന്റ് കഴിഞ്ഞാൽ എപ്പോഴും ഈവൻ നമ്പേഴ്സ് കഴിഞ്ഞ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഈ റൂട്ടിന്റെ കേസിലാണേ. അല്ലെങ്കിൽ നമുക്കൊരു 3 പ്ലേസ് വെച്ച് കൂടി വരും. ക്യൂബിക് റൂട്ട് ആണെങ്കിൽ 3 പ്ലേസ് വേണം, അല്ലെങ്കിൽ 6 പ്ലേസ് വേണം, അല്ലെങ്കിൽ 9 പ്ലേസ് വേണം. അങ്ങനെ പോവാം. അപ്പൊ എന്തായാലും 0.64 എന്നുള്ള എക്സിന്റെ വാല്യൂ കിട്ടി. ഡെൽറ്റ എക്സിന്റെ വാല്യൂ -0.04 കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഓർക്കുന്നുണ്ടോ? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ വൈയുടെ വാല്യൂ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്? എഫ് ഓഫ് 0.6 അല്ലെ. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് 0.6 ആ. എഫ് ഓഫ് 0.6 മൈനസ് എഫ് ഓഫ് 0.64 which is equal to root 0.6 minus root 0.64. But delta y is equal to root 0.6 minus ഇതിന്റെ ആൻസർ 0.8. ഓക്കെ. അപ്പം റൂട്ട് 0.6ന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഇസ് ഡെൽറ്റ വൈ പ്ലസ് 0.8. നാലാമത്തെ സ്റ്റെപ്പ്, അതായത് ലാസ്റ്റ് സ്റ്റെപ്പ്, ഡെൽറ്റ വൈയുടെ വേറൊരു ചെറിയ ഇക്വേഷൻ, ഡെൽറ്റ വൈ is equal to dy by dx into ഡെൽറ്റ എക്സ്. അപ്പം dy by dx, ഇവിടെയും ഫംഗ്ഷൻ എന്താണ്? റൂട്ട് എക്സ് ആണ്. അപ്പൊ dy by dx is 1/2 root x into ഡെൽറ്റ എക്സ്. ഇനി എക്സിനും ഡെൽറ്റ എക്സിനൊക്കെ വാല്യൂ കൊടുക്കാം. 1/2 റൂട്ട് എക്സിന്റെ വാല്യൂ 0.64 into ഡെൽറ്റ എക്സിന്റെ വാല്യൂ -0.04. അങ്ങനല്ലേ നമ്മൾ എടുത്തിരുന്നത്? റൂട്ട് ഓഫ് -0.04 ആണ് ഡെൽറ്റ എക്സിന്റെ വാല്യൂ. ആ ഡെൽറ്റ എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ റൂട്ട് 0.64ന്റെ വാല്യൂ 0.8 ഒക്കെ കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ ക്യാൻസൽ, നമുക്ക് കാൽക്കുലേറ്റർ തന്നെ ചെയ്യാം. അത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ ഇസ് -0.025 ആണ്. അപ്പൊ ഈ വാല്യൂ ആണ് ഡെൽറ്റ വൈക്ക് വാല്യൂ കിട്ടുന്ന വാല്യൂ. അപ്പൊ ഇതിനെ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും 0.6 is equal to -0.025 plus 0.8 which is equal to 0.775. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 0.009 the whole raised to 1/3. അപ്പൊ ഫസ്റ്റ് നമ്മുടെ അപ്രോക്സിമേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രകാരം ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സ് റേസ് ടു 1/3 ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ആയിരിക്കും. എക്സ് റേസ് ടു 1/3 ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഐഡന്റിഫൈ ചെയ്തു. ഇനി പെർഫെക്റ്റ് എക്സിന്റെ വാല്യൂവും ഡെൽറ്റ എക്സിന്റെ വാല്യൂവും കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം അല്ലെ. എക്സ് റേസ് ടു 1/3 ആണ് ഫംഗ്ഷൻ. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ ഇതിന് ഈ 0.009 അടുത്ത് നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം. അപ്പൊ ഏതായിരിക്കും ആ പെർഫെക്റ്റ് ക്യൂബ്? ക്യൂബ് നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് താണ്ടെ 3 പ്ലേസ് ഉണ്ട്. അതിപ്പം ഈ ഒരു സർക്കിളിനകത്ത് തന്നെ, അതായത് 9 തന്നെ ഒരു പെർഫെക്റ്റ് ക്യൂബ് മതി. നേരത്തെ 0.6 ആയതുകൊണ്ടും 2 പ്ലേസ് വേണ്ടിയിരുന്നത് കൊണ്ടുമാണ് 60 സംതിങ്ങിലെ പെർഫെക്റ്റ് സ്ക്വയറിനെ നമ്മൾ എടുത്തത്. ഇവിടെ 3 പ്ലേസ് ഉണ്ട്. അപ്പൊ 009, അതായത് 9 എന്നതിന്റെ അടുത്ത് വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണ്? പെർഫെക്റ്റ് ക്യൂബ് 8 ആണ്. ഓക്കെ. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 8 എന്നല്ല എഴുതേണ്ടത്,
something 8. That is 0.008. Okay. അപ്പം ഡെൽറ്റ എക്സ് എന്തായിരിക്കും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഗിവൺ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്തായിരിക്കണം? ക്വസ്റ്റ്യനിലുള്ള 0.009 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0.001 പ്ലസ് ആണ് അല്ലെ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ എക്സിന്റെയും ഡെൽറ്റ എക്സിന്റെയും വാല്യൂ, എക്സിന്റെ വാല്യൂ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. എക്സിന്റെ വാല്യൂ എഴുതി, ഡെൽറ്റ എക്സിന്റെ വാല്യൂവും കിട്ടി. ഇനി അടുത്തത് ഡെൽറ്റ വൈ ആണ്. ഡെൽറ്റ വൈയുടെ രണ്ട് ഇക്വേഷൻ. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പാണ്. വെരി ഇമ്പോർട്ടൻറ്റ് എക്സിന്റെ വാല്യൂ എടുക്കുക മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ വൈയുടെ വാല്യൂ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് which is equal to f of x plus delta x എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ f of 0.009 minus f of x എന്ന് പറഞ്ഞാൽ f of 0.008 which is equal to 0.009 the whole raised to 1 by 3 minus f of 0.008 that is 0.008 the whole raised to 1 by 3. ഇതിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല അല്ലേ? which is equal to 0.009 the whole raised to 1 by 3. അതിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഒരു ഈക്വൽ ടു സൈൻ നമുക്ക് ഇപ്പുറത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മൈനസ് എന്തെങ്കിലും ഇപ്പുറത്ത് കൊണ്ടുപോകാം. ഡെൽറ്റ വൈ പ്ലസ് 0.008 the whole raised to 1 by 3. ഇനി ഇതിന്റെ വാല്യൂ ഏതാണ്? 0.008 the whole raised to 1 by 3. അതാണ് പെർഫെക്റ്റ് ക്യൂബ് ആയിട്ട് എഴുതിയത് അല്ലെ. 0.2ന്റെ ക്യൂബ് അല്ലേ ഇത്? 0.2ന്റെ ക്യൂബ് ക്യൂബിക് റൂട്ട് എടുക്കുമ്പോൾ 0.2. അപ്പം ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ്, അതിന്റെ ക്യൂബ് എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസ്. അപ്പോൾ 0.2 കിട്ടി. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 0.009 the whole raised to 1 by 3 ആൻസർ ആയിട്ട് ഡെൽറ്റ വൈ പ്ലസ് 0.2 അത് ഫസ്റ്റ് നമ്പർ ഇട്ട് എഴുതി വെക്കാം. ഇനി അടുത്ത ഡെൽറ്റ വൈയുടെ ഇക്വേഷൻ ഒന്നും കൂടി. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ y എന്താണ്? y is equal to f of x is equal to x raised to 1 by 3 ആണ്. അപ്പോൾ dy by dx എന്തായിരിക്കും? 1 by 3 x raised to 1 by 3 minus 1 അല്ലെ, nx raised to n minus 1 ഫോമിൽ എഴുതി into delta x which is equal to 1 by 3 into x ന്റെ വാല്യൂ നമ്മൾ എടുത്തത് 0.008 the whole raised to ഈ 1 by 3 minus 1 എന്ന് പറയുന്നത് minus 2 by 3 ആണ് അല്ലെ, -2 by 3. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ ഒന്നുകിൽ കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെയും ചെയ്യാം. അല്ലാതെ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഇൻറ്റു ഡെൽറ്റ എക്സിന്റെ വാല്യൂ നമ്മൾ എടുത്തത് 0.001 ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് എഴുതി വെച്ചു. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധം കാൽക്കുലേറ്ററിൽ ചെയ്തെന്ന് പ്രശ്നമില്ല, പക്ഷേ കാൽക്കുലേറ്ററിൽ അല്ലാതെ ചെയ്യാം. അതായത് ആദ്യം ഈ 1/3 ചെയ്യാം. 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ക്യൂബിക് റൂട്ട് ആണ്. അപ്പോൾ ക്യൂബിക് റൂട്ട് എടുക്കാം. 0.008 the whole raised to 1/3. -2 by 3 1/3 എടുത്തു. the whole raised to -2 അല്ലെ, -2 എന്ന് വെച്ചാൽ സ്ക്വയർ എടുത്തിട്ട് റെസിപ്രോക്കൽ എടുക്കുക. ഇൻറ്റു 0.001 which is equal to 1/3 into 0.2 അല്ലേ ഇതിന്റെ ആൻസർ, അകത്ത് കിടക്കുന്നതിന്റെ ആൻസർ 0.2 the whole raised to -2 into 0.001 which is equal to 1/3 into ഇതിന്റെ സ്ക്വയർ that is 0.04 അല്ലെ, 0.2ന്റെ സ്ക്വയർ 0.04. 0.04 താഴെ വരണം, ഒരു മൈനസിലെ റേസ് ടു മൈനസ് 0.04 into 0.001. ഇനി ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെയും ചെയ്യാം. എന്തായാലും ആൻസർ വരുന്നത് 0.0083. നമുക്ക് തേർഡ് പ്ലേസ് വരെ മതി, 008 എഴുത്താൽ മതി. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? ഡെൽറ്റ വൈ. ഈ ഇതിന്റെ ആൻസർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ പ്ലസ് 0.2. ഡെൽറ്റ വൈ നമുക്ക് കിട്ടിയത് 0.0083 ആണ്. അതിന്റെ കൂടെ ഒരു 0.2 കൂടി ആഡ് ചെയ്താൽ മതി. അതായത് നമ്മുടെ ഗിവൺ ഇക്വേഷൻ, ഗിവൺ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ ആയിട്ട് which is equal to 0.208. 3 പ്ലേസ് മതി, അതുകൊണ്ട് 0.208 is the answer of this question. Exercise 6.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്
ഒരു 14 ക്വസ്റ്റ്യനോളം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 3 എണ്ണം ചെയ്തു. ബാക്കി നമ്മൾ പറഞ്ഞു ഈ രണ്ടാമത്തെ സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, പെർഫെക്റ്റ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ അത് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് പെർഫെക്റ്റ് എക്സിന്റെ വാല്യൂ ഒന്ന് മാത്രം ഒന്ന് നോക്കി പോകാം. ബാക്കി ചെയ്യാൻ അറിയാവുന്നതാണ്. ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ √49.5 ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ എന്തായിരിക്കും? f of x is equal to √x ആയിരിക്കും. അതുപോലെ പെർഫെക്റ്റ് എക്സിന്റെ വാല്യൂ 49 ആയിരിക്കും അല്ലെ, റൂട്ടിനകത്ത് 49. ഡെൽറ്റ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0.5 ആയിരിക്കും. എന്നാലേ x പ്ലസ് ഡെൽറ്റ എക്സ് നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ബാക്കി നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ പെർഫെക്റ്റ് എക്സിന്റെ വാല്യൂ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ. 0.999 raised to 1/10. ഇവിടുത്തെ ഫംഗ്ഷന്റെ വാല്യൂ f of xന്റെ വാല്യൂ എന്തായിരിക്കും? x raised to 1/10 അല്ലെ. ഇനി എക്സിന്റെ വാല്യൂ കാണണം, ഡെൽറ്റ എക്സിന്റെ വാല്യൂ കാണണം. പെർഫെക്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ raised to 1/10 എടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ, നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് വാല്യൂ കിട്ടണം. എന്തായിരിക്കും? 0.999 അടുത്ത് വരുന്ന പെർഫെക്റ്റ് എക്സിന്റെ വാല്യൂ. ഈ എക്സിന്റെ വാല്യൂ 1 വന്നാൽ, അതായത് 1 വന്നാൽ 0.999 അടുത്താണ് 1 എന്ന വാല്യൂ അല്ലെ. 1 വന്നാൽ എന്താ പറ്റും? 1 raised to 1/10 നമുക്ക് അറിയാവുന്ന കാര്യമാണ്, 1 തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എളുപ്പം കിട്ടുന്ന രീതിയിൽ ആൻസർ കണ്ടുപിടിക്കുന്ന ആൻസർ കിട്ടുന്ന രീതിയിൽ നോക്കിയിട്ട് വേണം എക്സിന്റെ പെർഫെക്റ്റ് എക്സിന്റെ വാല്യൂ എഴുതാൻ. അപ്പൊ 1 ആണ് എക്സിന്റെ വാല്യൂ. ഇത് 0.99 അടുത്ത് നിൽക്കുകയുമാണ്. അപ്പൊ ഡെൽറ്റ എക്സ് എന്തായിരിക്കും? -0.001. ഓക്കെ, 1ൽ നിന്ന് ഈ ഒരു വാല്യൂ കുറയ്ക്കുമ്പോഴാണ് 0.999 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 15 raised to 1/4. അപ്പം ഫംഗ്ഷന്റെ വാല്യൂ f of x is equal to 4th root x raised to 1/4. അതാണ് ഫംഗ്ഷന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഇതിനടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് 4th സ്ക്വയർ അല്ലെങ്കിൽ 4th സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണം. അത് 16 അല്ലെ. 2 × 2 × 2 × 2 അങ്ങനെ 4 പ്രാവശ്യം 2 ഗുണിക്കുമ്പോൾ നമുക്ക് 16 കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ 16. ഡെൽറ്റ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 15 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ വാല്യൂ -1. അപ്പൊ ഇതിനകത്തും നമുക്ക് എക്സിന്റെ വാല്യൂ, ഡെൽറ്റ എക്സിന്റെ വാല്യൂ, എഫ് എക്സിന്റെ വാല്യൂ എടുക്കാൻ പറ്റി. ബാക്കി പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26 raised to 1/3. അവിടെയും f of x എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to 1/3 ആണ്. എക്സും ഡെൽറ്റ എക്സും വേണം. x is equal to എന്തിന്റെ റേസ് ടു ക്യൂബിക് റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്? 27 വരണം അല്ലെ. 26 അടുത്ത് വരുന്നത് 27. ഡെൽറ്റ എക്സ് is equal to -1. x പ്ലസ് ഡെൽറ്റ എക്സ് നമുക്ക് 26 കിട്ടണം. അങ്ങനെ 27 - 1 is 26. ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ f of x is equal to x raised to 1/4. എക്സും ഡെൽറ്റ എക്സും വേണം. എക്സിന്റെ വാല്യൂ അതും 1/4 ആണ്. 1/4 ആകുമ്പോൾ ഇത് 256 ആയിരുന്നെങ്കിൽ 16ന്റെ raised to 4 ആണ് ഇത്. അപ്പം എക്സിന്റെ വാല്യൂ 256 വരും. ഡെൽറ്റ എക്സ് is again -1. അടുത്തത് 82 raised to 1/4. അപ്പോൾ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യണം. f of x is equal to x raised to 1/4. പിന്നെ 81 ആയിരുന്നെങ്കിൽ നമുക്ക് ആ പെർഫെക്റ്റ് എക്സിനെ കിട്ടുമായിരുന്നു അല്ലെ. 81 raised to 4, അതായത് 9 × 9 ആണല്ലോ 81. 9നെ വീണ്ടും സ്ക്വയർ റൂട്ട് എടുക്കാം. 3 × 3, 3 raised to 4 ആണ് 81. അപ്പം 81 ആണ് പെർഫെക്റ്റ് 4th റൂട്ട് എന്ന് പറയുന്നത്. 4th റൂട്ട് അല്ലെങ്കിൽ 4th സ്ക്വയർ എന്ന് പറയുന്നത് x is equal to 81 and delta x is equal to എന്തായിരിക്കും? 1 ആയിരിക്കും. x plus delta x is equal to 82 എന്നുള്ള given question കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 401 raised to 1/2. അതോടെ f of x നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് x raised to 1/2 ആണ്. നമ്മൾ നേരത്തെ റൂട്ട് എക്സ് എഴുതിയ കണക്ക്. അപ്പം x is equal to എത്ര ആയിരിക്കും? 20 ആയിരിക്കും അല്ലെ. 20ന്റെ സ്ക്വയർ ആണ് 400. 400 എന്ന എക്സിന്റെ വാല്യൂ ആയിട്ട് എഴുതേണ്ടത്. 400 401 അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സിന്റെ വാല്യൂ is 1. x plus delta x is 401. ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ f of x is equal to x raised to 1/3 ആണ്. അപ്പം എക്സിന്റെ വാല്യൂ, അതായത് ക്യൂബിക് റൂട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം നമ്മൾ എഴുതുന്നത്. 26 അടുത്ത് നിൽക്കുന്ന 26.57 അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണ്? 27 ആണ്. ഡെൽറ്റ എക്സ് നമുക്ക് മൈനസ് വരണം. മൈനസ് എന്ത് വരണം?
0.43 വരണം അല്ലേ? എന്നാലല്ലേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 26.57 കിട്ടുള്ളൂ. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് -0.43. അടുത്തത് 81.5 റേസ് ടു 1/4 ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/4. എക്സിന്റെ വാല്യൂ 4th റൂട്ട് വരുമ്പോൾ 81 ആണ് വേണ്ടത് അല്ലേ? 81. ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.5. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 3.968 ദ ഹോൾ റേസ് ടു 3/2. അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എക്സ് റേസ് ടു 3/2 ആണ്. ഇനി എക്സിന്റെ വാല്യൂ, പെർഫെക്റ്റ് എക്സിന്റെ വാല്യൂവും ഡെൽറ്റ എക്സിന്റെ വാല്യൂവും വേണം. ഈ പെർഫെക്റ്റ് എക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ റേസ് ടു 3/2. അപ്പൊ റേസ് ടു 3 എന്ന് ഉദ്ദേശിക്കുന്നത് ക്യൂബാണ്. ക്യൂബ് നമുക്ക് ഏത് നമ്പർ എടുത്താലും ക്യൂബ് നമുക്ക് വലിയ വിഷയമില്ലാതെ കിട്ടും, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്പർ ഏതെങ്കിലും. പക്ഷേ /2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് വരണമെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പം പെർഫെക്റ്റ് സ്ക്വയർ താഴെയുള്ള കാര്യം, അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഒരു നമ്പറിനെ ശ്രദ്ധിച്ചാൽ മതി. എക്സ് എടുക്കുമ്പോൾ താഴെയുള്ളത് 2 ആണ്. 2 ആവുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ആണ് എടുക്കേണ്ടത്. പെർഫെക്റ്റ് സ്ക്വയർ അകത്തുണ്ടാവണം. 3.9 അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 4 ആണ് അല്ലെ? ഇനി ഇവിടെ ഡെൽറ്റ എക്സ് എന്തായിരിക്കണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരണം? 3.968 വരണം. അപ്പൊ ഡെൽറ്റ എക്സിന്റെ വാല്യൂ -0.032. നിന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. 4ൽ നിന്ന് 3.968 മൈനസ് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. -0.03832. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഈ ഗിവൻ ക്വസ്റ്റ്യൻ ആയിരിക്കണം. Next one, 32.15 the whole raised to 1/5. F of x is equal to x raised to 1/5. 1/5. ഇത് ഡെറിവേറ്റീവ് എടുക്കാനൊക്കെ അറിയാം അല്ലെ? x raised to n എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. nx raised to n minus 1. f of x ഫംഗ്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എക്സിന്റെ വാല്യൂ വേണം, ഡെൽറ്റ എക്സിന്റെ വാല്യൂ വേണം. എക്സിന്റെ വാല്യൂ എടുക്കുമ്പോൾ 5 ആണ് ഇവിടെ. 1/5. 1/5 എന്ന് പറയുമ്പോൾ അകത്ത് എന്ത് വരണം? 5th സ്ക്വയർ, അതായത് 5th റൂട്ട് എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. എന്തായിരിക്കും 5th റൂട്ട് എടുക്കുന്നത്? 32.15 അടുത്തുള്ള നമ്പേഴ്സ്. അപ്പോൾ ഓരോ നമ്പേഴ്സ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. 32 എടുത്ത് വെച്ച് നോക്കുമ്പോൾ 32ന് നമ്മൾ 5th റൂട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. 32 എന്തിന്റെ 5th പവർ ആണ്? 32. അല്ലെങ്കിൽ 32 ഡിവൈഡ് ചെയ്ത് നോക്കാം. 2, 16, 2, 8, 2, 4, 2, 2. 2 raised to 5 ആണ് 32. ഓക്കെ, അപ്പൊ 32ന്റെ 5th റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ 32 ആണ് ഇവിടെ എഴുതേണ്ടത്. പെർഫെക്റ്റ് 5th സ്ക്വയർ 32 is equal ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എന്തായിരിക്കും? 0.15 ആയിരിക്കും. അപ്പൊ രണ്ട് വാല്യൂസ് നമ്മൾ അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ എക്സസൈസ് 6.4ൽ 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 15ന്റെയും നമ്മൾ എക്സിന്റെ വാല്യൂ ഡിസ്കസ് ചെയ്തു. അപ്പം ഫൈനൽ ആൻസർ കണ്ടു കഴിയുമ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തായാലും 3 പ്ലേസ് വരെയുള്ള ഡിജിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക.